ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പുളിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുളിഞ്ചി നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്യിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ചട്ടിയിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 കാഷ്യൂനട്ട് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കറുത്ത മുന്തിരിയൊക്കെ ഒന്ന് നല്ലപോലെ വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാഷ്യൂനട്ടും ഈ ഒരു കിസ്മിസൊക്കെ ഈ നെയ്യിൽ നിന്ന് വറുത്ത് കോരി വെക്കണം. അപ്പോൾ ഇത്രയായാൽ മതി. ഞാനിപ്പം ഇത് രണ്ടും ഈ ഒരു നെയ്യിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതുവരെ പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു പുളിഞ്ചി നമ്മൾ ഒരു മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കണില്ല. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒരു പൊടിയും ചേർക്കാതെ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് എരിവിനായിട്ട് ശരിക്കും കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഒരു 5-6 ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കറുത്ത പുളിയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് അത്രയും കറുപ്പ് കളറ്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ശർക്കര അച്ചായിട്ടുള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അച്ചാണെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം. ആ സമയത്ത് മധുരം ഉപ്പൊക്കെ നമുക്ക് നോക്കാം, കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്യണില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ എന്തായാലും പല തരത്തിൽ പുളിഞ്ചി ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റൈലിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് ഒന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. ഇനി ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ കിടന്നിട്ട് 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ആ ഒരു കാഷ്യൂനട്ടിലും കിസ്മിസിലൊക്കെ എരിമ്പുളിയൊക്കെ നന്നായി പിടിക്കും. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി മധുരം കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ, ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ, വലിയ സ്പൂണാണ്, 2 ടേബിൾ സ്പൂണും കൂടെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ച് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് ഉണ്ടായിരിക്കും. ഇനി 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ തിക്കായിട്ട് വരും. ഇപ്പോൾ പുളിഞ്ചി ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇത്ര ആയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ചൂടൊക്കെ നാറട്ടെ. ഇപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മളെ പുളിഞ്ചിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടൊന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.